ലെബനനെ മാത്രമല്ല ലോകത്തെ മുഴുവൻ പേജർ സ്ഫോടനങ്ങൾ വിറപ്പിച്ചു. അതിൻ്റെ അമ്പരപ്പിൽ നിന്ന് ലോകം മോചനം നേടിയിട്ടുമില്ല. മാത്രമല്ല ഇത്തരം ആക്രമണങ്ങൾ വ്യാപകമായി ആവർത്തിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. പേജറിൽ എങ്ങനെയാണ് സ്ഫോടനം നടത്തിയതെന്ന അന്വേഷണത്തിലാണ് 2 ദിവസമായി ലോകം. ഹിസ്ബുള്ള അടുത്തിടെയാണ് പേജറുകൾ വാങ്ങിയത്. ഇവയിൽ എങ്ങനെ സ്ഫോടനം സാധ്യമാക്കിയെന്നതിന് നിഗമനങ്ങളല്ലാതെ കൃത്യമായ ഉത്തരം ഇതുവരെ വന്നിട്ടില്ല. പേജർ നിർമ്മിച്ച കമ്പനികളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതിനിടെ ലെബനനിലെ പേജർ സ്ഫോടനത്തിൽ അന്വേഷണം ബൾഗേറിയയിലെ മലയാളിയുടെ കമ്പനിയിലേക്ക് നീങ്ങുന്നതായി പുതിയ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. നോർവേ പൗരത്വമുള്ള മലയാളി റിൻസൺ ജോസിൻ്റെ ബൾഗേറിയയിലെ കമ്പനിയെക്കുറിച്ച് അധികൃതർ അന്വേഷണം ആരംഭിച്ചതായി പ്രാദേശിക മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കായി പേജർ വാങ്ങാനുള്ള സാമ്പത്തിക ഇടപാടിൽ ഇദ്ദേഹത്തിൻ്റെ കമ്പനിയും ഉൾപ്പെട്ടെന്ന സംശയത്തെ തുടർന്നായിരുന്നു അന്വേഷണം. ബൾഗേറിയയുടെ തലസ്ഥാനമായ സോഫിയയിലാണ് കമ്പനി സ്ഥിതി ചെയ്യുന്നത്. തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയുടെ പേരിൽ ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ BAC കൺസൾട്ടിംഗ് KFT എന്ന പേരിൽ കമ്പനി രൂപീകരിച്ചാണ് പേജറുകൾ നിർമ്മിച്ചത്. പേജറുകൾ വാങ്ങാനുള്ള പണം മലയാളിയുടെ കമ്പനി ഹംഗറി കമ്പനിക്ക് കൈമാറിയെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കമ്പനിയുടെ പ്രതികരണം ആരാഞ്ഞെങ്കിലും ലഭിച്ചില്ലെന്നും അന്വേഷണം ആരംഭിച്ചതായി ബൾഗേറിയൻ പോലീസ് പറഞ്ഞതായും പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തു വന്നു. IT കൺസൾട്ടൻസി എന്ന പേരിലാണ് സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനിടെ റിൻസനെക്കുറിച്ചും കമ്പനിയെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു. ലെബനനിലെ പേജർ സ്ഫോടനത്തിന് പിന്നാലെ റിൻസൺ ജോസിനെ കാണാനില്ലെന്ന വാർത്തയും വരുന്നുണ്ട്. വയനാട് മാനന്തവാടി സ്വദേശിയാണ് റിൻസൺ. പേജറുകളുടെ വിൽപ്പനയുമായി റിൻസന് ബന്ധമുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. റിൻസൻ്റെ നോട്ട ഗ്ലോബൽ ലിമിറ്റഡ് നിർമ്മിച്ച പേജറുകളിലാണ് ഇസ്രായേൽ ഏറ്റെടുത്ത് ആക്രമണം നടത്തിയതെന്നാണ് വിവരം. സ്ഫോടനം നടന്ന ദിവസം റിൻസനെ കാണാതായിരുന്നു. പിന്നീട് ഇയാളെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചില്ലെന്ന് US മാധ്യമമായ TDPEL മീഡിയയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബൾഗേറിയൻ ഷെൽ കമ്പനിയായ നോട്ട ഗ്ലോബൽ ലിമിറ്റഡിൻ്റെ ഉടമസ്ഥനാണ് റിൻസൺ ജോസ്. ബ്രിട്ടീഷ് ഇടനിലക്കാരനായ ക്രിസ്ത്യാന ബാർസോണിക്ക് 1.3 ബില്യൺ പൗണ്ട് റിൻസൺ കൈമാറിയിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പേജറുകൾ കൈവശപ്പെടുത്തുന്നതിന് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ ഇടപാടെന്ന് റിപ്പോർട്ടുണ്ട്. ഏതാനും വർഷം ലണ്ടനിൽ ജോലി ചെയ്ത ശേഷമാണ് 2015 റിൻസൺ നോർവേയിലേക്ക് താമസം മാറിയത്. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ബിസിനസ് യാത്രയ്ക്കിടെയാണ് റിൻസൺ അപ്രത്യക്ഷനായതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. റിൻസനെ കണ്ടെത്തുന്നതിന് വേണ്ടി നിലവിൽ അന്വേഷണം നടത്തി വരികയാണ്. റിൻസൺ ജോലി ചെയ്തിരുന്ന നോർവീജിയൻ മീഡിയ ഗ്രൂപ്പായ NHSTക്ക് ഇയാളുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. പേജർ സ്ഫോടനത്തിൽ ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കമ്പനി ബുധനാഴ്ച ഇക്കാര്യം നോർവേയുടെ ആഭ്യന്തര രഹസ്യാന്വേഷണ വിഭാഗത്തെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തിരോധാനത്തെക്കുറിച്ച് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. ഓസ്ലോയിലെ ഇയാളുടെ അപ്പാർട്ട്മെൻറ്റ് നാളുകളായി താമസമില്ലാതെ അടഞ്ഞുകിടക്കുകയാണ്. ഇയാളെ മാസങ്ങളായി കാണാനില്ലെന്ന് അയൽവാസികൾ പറഞ്ഞതായി TDPEL റിപ്പോർട്ട് ചെയ്തു. ക്യാൻസർ രോഗികൾക്ക് ദാനം ചെയ്യാനായി ഇയാൾ മുടി നീട്ടി വളർത്തിയിരുന്നതായും സംശയാസ്പദമായി ഒന്നും തോന്നിയിട്ടില്ലെന്നും ഇയാളുടെ സുഹൃത്ത് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എവിടെയാണ് പേജറുകൾ നിർമ്മിച്ചത്, എവിടെ വെച്ച് സ്ഫോടക വസ്തുക്കൾ പേജറിൽ നിറച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടക്കുകയാണ്. തെക്കൻ ലെബനനിൽ പേജർ ഓക്കി ടോക്കി സ്ഫോടന പരമ്പരയിൽ 2 ദിവസത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 37ആയി ഉയർന്നു. പരിക്കേറ്റവർ 3000 കവിഞ്ഞു. 287 പേരുടെ നില ഗുരുതരമാണ്. ഇസ്രായേലാണ് സ്ഫോടനം നടത്തിയതെന്നാണ് ഹിസ്ബുള്ളയുടെ ആരോപണം.